ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട അരിയുണ്ടയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് അരിയുണ്ട ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അരിയുണ്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിതൊരു സ്ട്രെയിനറിൽ നന്നായിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് അരി കഴുകിയിട്ട് ഞാനിതൊരു സ്ട്രെയിനറിൽ ഒരു 10-20 മിനിറ്റ് വെച്ചതാണ്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കുറച്ച് ടൈം പിടിക്കും ഇത് വറുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 15-20 മിനിറ്റായി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ആവാനുണ്ട്. അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ ഇത് മാത്രമേ കുറച്ച് പണിയുള്ള കാര്യമുള്ളൂ. ബാക്കിയെല്ലാം എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടായിട്ടുണ്ട്. ഇതായാൽ നമുക്ക് മനസ്സിലാവും. ഒരു വായിലിട്ട് നോക്കിയാൽ നല്ല കറുമുറാന്നുണ്ടാവും ഇത്. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ ഓഫ് ചെയ്യാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് അരി നന്നായിട്ട് തണുത്തപ്പോൾ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ജാറിലിട്ടിട്ട് ഒന്നുകൂടെ പൊടിക്കാനുണ്ട്. ശർക്കര, ഞാൻ ഈ ശർക്കര വെള്ളത്തിലിട്ടിട്ട് ഉരുക്കിയിട്ട് അങ്ങനെയൊന്നും ആക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് അരിക്ക് അതുപോലെയുള്ള 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് അരിയ വറുത്തെടുത്ത് അതിനെ 2 ആണി അതുപോലെയുള്ള ശർക്കര എടുത്തു. ശർക്കര ഉരുക്കിയിട്ട് ഉണ്ടാക്കാം. പക്ഷേ അപ്പം അരിയുണ്ടൊക്കെ നല്ല ഉറപ്പായിരിക്കും, സോഫ്റ്റ് ആയിരിക്കില്ല. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചെറിയ അരമുറി തേങ്ങ കൂടെ ഇടുവാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒതുക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരയണ്ട. ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. ഇത് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത് തേങ്ങേൻ്റെ കൂടെ ഇത് അരച്ച് ചേർക്കുമ്പോൾ കുറച്ച് വെള്ളമാവും. അപ്പോൾ ഇത് കുഴക്കാൻ എളുപ്പമാണ്. അതിനുവേണ്ടിയാണ് നമ്മളിതിങ്ങനെ അരച്ച് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക ഇടുവാണ്. ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്ക, അതാ ഈ കളർ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു പിഞ്ച് ഉപ്പിടാം. ആ ശർക്കര ഒന്ന് അതിൻ്റെ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇപ്പം തന്നെ നല്ല വെള്ളത്തിൻ്റെ നനവുണ്ട്. ഇപ്പം തന്നെ ഇതാ കണ്ട, ഇതിങ്ങനെ ഉണ്ടയായിട്ട് വരും. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ കിട്ടൂല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചെറിയ ചെറിയ ഉണ്ടയാക്കിയിട്ട് എടുക്കാം. അപ്പം ഇത് നമ്മളിങ്ങനെ ഉണ്ടയാക്കി എടുക്കണം. ഇപ്പം നനവുള്ളത് കൊണ്ട് എളുപ്പമാണ് ഇങ്ങനെ ആക്കാൻ. ഇനി അഥവാ നനവ് കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യ് ചേർത്താൽ മതി. അപ്പോൾ ടേസ്റ്റും കൂടും, പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.